ഹായ് ഫ്രണ്ട്സ്, ചന്ദ്രകലയിലിരുന്ന് ചന്ദ്രകാന്തത്തിൻ്റെ ഇനി വരാൻ പോകുന്ന എപ്പിസോഡിലേക്ക് സ്വാഗതം. നന്ദയാണ് കാണിക്കുന്നത്. നന്ദ ഗൗതം സാറിന് വേണ്ടി വെയിറ്റ് ചെയ്യുകയായിരിക്കും. എന്നാൽ ഗൗതം കാറിൽ കയറി പോകുന്നത് കണ്ട് ഓടി വന്ന നന്ദ ഡോറ് മുട്ടുന്നു. പക്ഷേ ഗൗതം മൈൻഡ് ചെയ്യുന്നില്ല, അങ്ങനെ പോകുന്നു. എന്നിട്ട് നന്ദയെക്കുറിച്ചിട്ട് ഇങ്ങനെ ഗൗതം വണ്ടിയിൽ ഇരുന്നിട്ട് ഇങ്ങനെ ആലോചിക്കും ഓരോ കാര്യങ്ങളും. ഗൗതത്തിൻ്റെ ഇടയ്ക്ക് സങ്കടം വരുന്നുണ്ട്. എന്നാലും ഗൗതം തൻ്റെ വാശി അടക്കാതെ പിടിക്കുന്നു. പിന്നീട് ഗൗതത്തിന് ഒരു ദൗത്യം ഏറ്റെടുക്കേണ്ടി വരികയും അതിൽ നിന്നും ഗൗതത്തിന് വെടിയുണ്ട ഏൽക്കുകയും ചെയ്യുന്നു. അങ്ങനെ ഗൗതത്തിനെ എല്ലാവരും കൂടി ഹോസ്പിറ്റലിൽ എത്തിക്കുകയും ഹോസ്പിറ്റലിൽ നിന്നും വീട്ടിലേക്ക് വിവരം അറിയിക്കുകയും ചെയ്യുന്നു. അങ്ങനെ എല്ലാവരും ഹോസ്പിറ്റലിലേക്ക് എത്തുന്നു. ഈ വിവരം നന്ദ TV ന്യൂസിലൂടെ കാണുകയും എന്നിട്ട് ഹോസ്പിറ്റലിലേക്ക് വരികയും ചെയ്യുന്നു. എന്നാൽ അവിടെ വല്യമ്മയും അച്ഛനും ഉള്ളത് കൊണ്ട് നന്ദയെ ആരും കാണാൻ സമ്മതിക്കുന്നില്ല. എന്നാലും അവയൊക്കെ അവഗണിച്ച് നന്ദ കാണാൻ ശ്രമിക്കും. പക്ഷെ അവരുടെ കയ്യിൽ നിന്നും വഴക്കും ചീത്തയും ഒക്കെ കേൾക്കുന്നു. എന്നിട്ട് ഡോക്ടർ വന്നിട്ട് ചോദിക്കും ആരാ എന്താ ഇവിടെ പ്രശ്നം എന്നൊക്കെ. എന്നിട്ട് നന്ദ പറയും അദ്ദേഹത്തിൻ്റെ വൈഫാണ് ഞാൻ. അപ്പോൾ ഡോക്ടർ റിപ്പോർട്ട് പരിശോധിക്കും. അതിൽ വൈഫിൻ്റെ പേര് അളകനന്ദ എന്ന് എഴുതിയിട്ടുണ്ടാവും. എന്നിട്ട് കാണാൻ അനുവദിക്കുകയും ചെയ്യുന്നു. റൂമിൽ വന്നപ്പോൾ അവിടെ പിങ്കി ഇരിക്കുന്നു. പിങ്കി നന്ദയെ കണ്ടപ്പോൾ ദേഷ്യത്തിൽ നിന്നോടാരാ ഇങ്ങോട്ട് വരാൻ പറഞ്ഞപ്പോൾ ഇറങ്ങിപ്പോന്നൊക്കെ പറഞ്ഞിട്ട് ഓരോന്ന് പറയുന്നിട്ട് ഗൗതത്തിനോട് പറയും കണ്ടില്ലേ കാണാൻ വന്നിരിക്കുന്നു അവള് എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോന്ന് പറയും. പക്ഷെ ഗൗതം ഒന്നും മിണ്ടില്ല. പക്ഷേ പിങ്കി നന്ദയെ പുറത്താക്കാൻ ശ്രമിക്കുന്നു. നന്ദ സമ്മതിക്കാതെ ഗൗതത്തിനെ കെട്ടിപ്പിടിച്ച് കിടക്കുന്നു. ഇതൊന്നും കണ്ട് പിങ്കിക്ക് സഹിക്കാൻ കഴിയുന്നില്ല. പിന്നീട് നന്ദ പിങ്കിയോട് പറയും എൻ്റെ ഭർത്താവിനെ ഇതുവരെ നോക്കിയതിന് നന്ദി എന്നൊക്കെ പറഞ്ഞിട്ട് പിങ്കിയെ അവിടുന്ന് പറഞ്ഞയക്കാൻ നോക്കുന്നു. അപ്പോൾ പിങ്കി ദേഷ്യം കൊണ്ട് ഗൗതത്തിനോട് ചോദിക്കും ഞാൻ എന്താ വേണ്ടത്, പോകണോ എന്ന് ചോദിക്കുമ്പോൾ ഗൗതം പറയുന്നു ഇന്നലെ രാത്രി വരെ എന്നെ കാവലിരിക്കുകയായിരുന്നില്ലേ, പിങ്കിക്ക് വീട്ടിലേക്ക് പോയിക്കോളൂ, നന്ദ ഉണ്ടല്ലോ ഇവിടെ എന്നൊക്കെ പറയും. പിന്നീട് ഗൗതം നന്ദയോട് ചോദിക്കുന്നു എന്നെ ഉപേക്ഷിച്ചിട്ട് ഇനി പോവുമോ എന്നൊക്കെ. അപ്പം നന്ദ പറയും ഞാൻ മരണം വരെ ഇനി നിങ്ങളുടെ ഒപ്പം ഉണ്ടാവുമെന്നൊക്കെ പറയും. ഇത് കേൾക്കുന്ന ഗൗതമിന് വളരെയധികം സന്തോഷം തോന്നുന്ന നിമിഷങ്ങളാണ് അപ്പോൾ. രണ്ടുപേരും തമ്മിലുള്ള നല്ല അടിപൊളി റൊമാൻസൊക്കെ അവിടെ ഉണ്ടാവും. പിന്നീട് ഡിസ്ചാർജ് ചെയ്തിട്ട് നന്ദയും ഗൗതമും വീട്ടിലേക്ക് വരുമ്പോൾ വല്യമ്മയും വല്യച്ഛനും എതിർക്കുന്ന ഭാഗങ്ങളും പിന്നീട് കയറ്റുന്നതും പിന്നെ അവിടെ രസകരമായ നല്ല റൊമാൻസ് വീഡിയോസൊക്കെ ആയിരിക്കും അടുത്ത എപ്പിസോഡിൽ. നന്ദയുടെയും ഗൗതത്തിൻ്റെയും ഈ റൊമാൻസ് സീനുകളൊക്കെ കാണുമ്പോൾ നമ്മുടെ പിങ്കിക്ക് വളരെയധികം സങ്കടം തോന്നുകയും ദേഷ്യം വരികയും ചെയ്തിട്ട് പിങ്കി അടുത്ത പ്ലാൻ ഒരുക്കുകയാണ് ഇവരെ സെപ്പറേറ്റ് ആക്കാൻ വേണ്ടിയിട്ട്. പിന്നീട് ഇന്ന് വിവരത്തിൽ കാണിക്കുന്നത് പൊങ്കൽ ആഘോഷങ്ങളാണ്. അവിടെയും എന്തൊക്കെ പദ്ധതികളിട്ടിട്ടാണ് മോഹിനിയും പിങ്കിയും എല്ലാവരും കൂടി. അപ്പോൾ നമുക്ക് ഒരുമിച്ച് വെയിറ്റ് ചെയ്യാം അടുത്ത എപ്പിസോഡിനായിട്ട്. ഓക്കെ, താങ്ക് യു. ഈ റിവ്യൂ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്തിട്ട് സബ്സ്ക്രൈബ് ചെയ്യണേ. താങ്ക് യു ഓൾ.